ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ടിപ്പാണ്. ഫ്ലെക്സീഡ് വെച്ചിട്ടുള്ള, പക്ഷേ ഞാനത് പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിത് ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു രീതിക്കാണ്. ഫ്ലെക്സീഡ് മാത്രമല്ല, ഞാൻ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് എൻ്റെ അടുത്ത് ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം, കാണിച്ചു തരാം. അപ്പം നമ്മൾ എന്താണ് ഫ്ലെക്സീഡിൻ്റെ ജെല്ലുണ്ടാക്കുന്നു ഹെയർ കെയറിന് വേണ്ടി. അപ്പം ആദ്യമായിട്ട് ഇതിനെന്തായിരിക്കും വേണ്ടത്? ഫ്ലെക്സീഡ്. ഞാൻ അതിൻ്റെ പേരൊന്ന് കാണിച്ചു തരാം. ഫ്ലെക്സീഡ് ഇതാണ് ഫ്ലെക്സീഡിൻ്റെ. ഇവിടെ ലുലുവിലും ലുലു സൂപ്പർ മാർക്കറ്റിലും നെസ്റ്റോയിലൊക്കെ ഇവിടെ കിട്ടും, ഇത് കിട്ടും ഫ്ലെക്സീഡ്. അപ്പം നമുക്ക് ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കരിയാപ്പില, ഫ്ലെക്സീഡ് 2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഉലുവ. ഇതിത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം, 300 ml. അപ്പോൾ എൻ്റെ ഈ ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കും. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 2 ഗ്ലാസ് വെള്ളം വെച്ചു. ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ വെള്ളം ഉപ്പയിലേ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫ്ലെക്സീഡ് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഫ്ലെക്സീഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇതാണ് ഉലുവ ഇട്ട് കൊടുക്കുന്നു. പിന്നെ നല്ല ഫ്രഷ് കരിയാപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും നല്ല ഹെൽത്തി ആക്കും. ഉലുവ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് തരും. നല്ല ഇതാണ്, നല്ല ഒരു മുടി കൊഴിച്ചിൽ വളരെ കുറയും. ഒട്ടും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ മുമ്പത്തേതിൽ നിന്ന് നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ യൂസ് ചെയ്താൽ, ഈ ഫ്ലെക്സീഡ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കും. ഫ്ലെക്സീഡ് ഏറ്റവും നല്ലത്, പക്ഷെ ഞാൻ ഇതും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു 2 hours നമ്മുടെ തലയിൽ നമ്മൾ വെക്കും. അപ്പോൾ അത് നമുക്ക് അത്രയും നമുക്ക് ഗുണം കിട്ടും. നമുക്കിനി ഇത് ജെല്ലാവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഫ്ലെക്സീഡ് നല്ല ഒരു ജെൽ രൂപത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതേ പരുവത്തിൽ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. കണ്ടോ, വലിഞ്ഞ് നിൽക്കുന്ന കണ്ടോ. ഈ നിൽക്കുന്ന ഈ പരുവത്തിൽ ഇങ്ങനെ കണ്ടോ, ഈ പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് ഉപ്പം തന്നെ നമുക്കൊരു ബൗളിലോട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് മാറ്റാം. നമ്മളിത് ഒരു ബൗളെടുത്തിട്ടുണ്ട്, അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടോടെ തന്നെ ഇതിനെ അങ്ങ് മാറ്റാം. സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. ഓക്കെ, സൂക്ഷിച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നീരെല്ലാം അങ്ങ് വീഴും. ഇതിൽ ജെൽ പരുവത്തിലായതുകൊണ്ട് ഇത്രേ ഇതിനി ആവത്തുള്ളൂ. ചെയ്താലും ഇത്രേ വരത്തുള്ളൂ. എന്തായാലും ജെല്ല് പോലെ വീണിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതിപ്പം കണ്ടോ, ഇതിപ്പം തണുക്കും തോറും ഇതിപ്പം നമ്മുടെ സ്പൂണിലോട്ട് പോലും കിട്ടുന്നില്ല. കണ്ടോ, അത്രയ്ക്ക് ജെല്ലിൻ്റെ പരുവായിട്ടുണ്ട്. നമുക്കിനി ഇതിങ്ങനെ സ്പൂണിൽ കിട്ടില്ല. ആ ജെല്ല് രൂപത്തിലായി കഴിഞ്ഞു. തണുക്കും തോറും നല്ല ജെല്ല് പോലെ ആയി കിട്ടും. നല്ല രസമാണ് ഇതിനോടൊപ്പം കളിക്കാൻ. അപ്പം ഫ്രണ്ട്സ്, ഇന്നിപ്പം ഞാൻ ജെല്ല് പുരട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 1 o'clock ഡ്യൂട്ടിക്ക് പോകാനുള്ളത്. അന്നേരം 2 hours ഇത് തലയിൽ ഇത് വെക്കണം.
അപ്പോൾ എനിക്കിനിയിപ്പോൾ അതിൻ്റെ ടൈം കിട്ടിയില്ല. ഇപ്പോൾ ഓൾറെഡി 11:30 ആയി. അപ്പം നാളെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും എങ്ങനെ വാഷ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരും ഇതെല്ലാം നാളെ ഞാൻ കാണിച്ചു തരും. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ നമുക്ക് കാണാം.